നമസ്കാരം. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന് യാതൊരുവിധ അയവുമില്ല എന്ന് മാത്രമല്ല, അത് ഓരോ നിമിഷവും കൂടുതൽ തീവ്രമാവുകയുമാണ്. ഇതിനിടെ ഇറാൻ ഇസ്രയേലുമായുള്ള പൂർണ്ണ യുദ്ധത്തിന് സന്നാഹമൊരുക്കുകയാണെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഇതിന് അടിവരയിടുന്ന കാര്യമാണ് ഇറാൻ ടെഹ്റാനിൽ നടത്തിവരുന്ന വൻ പ്രതിരോധ തുരങ്ക നിർമ്മാണം. ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ഒന്നിലധികം നിർണായക ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായി. ഒക്ടോബർ 1 ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ഇറാനെതിരെ ഔദ്യോഗികമായി അംഗീകൃതമായ ആദ്യ ആക്രമണം നടത്തിയിരുന്നു. ഇറാന്റെ മിസൈൽ ഫാക്ടറികൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, ടെഹ്റാന് സമീപമുള്ള രാജ്യത്തിന്റെ പടിഞ്ഞാറ് നഗരങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേലിന്റെ അന്നത്തെ ആക്രമണം. ഇതുകൂടാതെ ഒക്ടോബർ 26 ഇസ്രായേൽ ഇറാന്റെ സൈനിക മേഖലയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു. ഈ ആക്രമണത്തോട് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാന്റെ ഈ മൗനം കനത്ത പ്രത്യാക്രമണത്തിന് മുന്നോടിയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനിടെയാണ് ഇസ്രയേലുമായി ഒരു തുറന്ന യുദ്ധത്തിന് സാധ്യത സൂചിപ്പിക്കുന്ന പ്രതിരോധ തയ്യാറെടുപ്പുകൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇറാൻ തങ്ങളുടെ ആദ്യ പ്രതിരോധ തുരങ്കം നിർമ്മിക്കുന്നത്. ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. രാജ്യത്ത് ആദ്യമായി പ്രതിരോധ ആപ്ലിക്കേഷനുകളുള്ള ഒരു തുരങ്കം ടെഹ്റാനിൽ നിർമ്മിക്കുന്നു. ടെഹ്റാൻ നഗരമധ്യത്തിന് സമീപത്തായി ഒരുക്കിയിരിക്കുന്ന ഈ തുരങ്കം ടെഹ്റാൻ മെട്രോയിലെ ഒരു സ്റ്റേഷനെ ഇമാം ഖൊമേനി ആശുപത്രിയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. അങ്ങനെ മെഡിക്കൽ സൗകര്യങ്ങളിലേക്ക് നേരിട്ട് ഭൂഗർഭ പ്രവേശനം സാധ്യമാക്കാനാണ് ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ടെഹ്റാൻ സിറ്റി കൗൺസിലിന്റെ ഗതാഗത മേധാവി റോയിറ്റേഴ്സ് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞ വാക്കുകളാണിവ. യുദ്ധമുണ്ടായാൽ ഈ ഭൂഗർഭ തുരങ്കം മെഡിക്കൽ ആവശ്യങ്ങൾക്കായി വിനിയോഗപ്പെടുത്താനാകും. കഴിഞ്ഞ വർഷവും ഇറാൻ ഭൂഗർഭ ഷെൽട്ടറുകളും ബങ്കറുകളും നിർമ്മിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളും സൂക്ഷിക്കുന്നതിനായാണ് ഭൂഗർഭ ഷെൽട്ടറുകളും ബങ്കറുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ ഇത്തരം രഹസ്യ കേന്ദ്രങ്ങളുടെ ചില ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തുവിടുകയുണ്ടായി. ഇതാദ്യമായാണ് ഇറാൻ പ്രതിരോധ സംവിധാന ലൊക്കേഷനുകളുടെ ഇത്തരം ദൃശ്യങ്ങൾ പരസ്യമായി പുറത്തുവിട്ടത്. ഇതിനിടെ ഒക്ടോബർ അവസാനത്തിൽ ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പാർച്ചിനിലെ ഒരു സജീവ രഹസ്യ ആണവായുധ ഗവേഷണ കേന്ദ്രം നശിപ്പിക്കപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ US ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അതീവ രഹസ്യമായി പുറം ലോകം അറിയാതെയുള്ള ആണവായുധ നിർമ്മാണത്തിൽ ഇറാൻ ഏർപ്പെടുന്നുവെന്ന അതിഗൗരവമാർന്ന സൂചനയാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. എന്നാൽ അത്തരത്തിലൊരു ആണവായുധ ഗവേഷണ കേന്ദ്രം നശിപ്പിക്കപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നും ഇറാൻ അത്തരമൊരു ശ്രമം പിന്തുടരുന്നില്ലെന്നുമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രസ്താവന ഇറക്കിയത്. UN-ലെ ഇറാനിയൻ മിഷനും ഇസ്രായേലിന്റെയും US-ന്റെയും ഈ അവകാശവാദത്തെക്കുറിച്ച് ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ സംശയാസ്പദമായ ആണവ ഗവേഷണ പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചതിനെ തുടർന്ന് അമേരിക്ക ഇറാന് സ്വകാര്യ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഈ മുന്നറിയിപ്പ് ഇറാനെ അവരുടെ രഹസ്യ ആണവ പ്രവർത്തനം നിർത്താൻ പ്രേരിപ്പിക്കുമെന്നാണ് US പ്രതീക്ഷിച്ചതെങ്കിലും അവർ അത് തുടർന്നുവെന്ന് US വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇറാനുമായുള്ള യുദ്ധത്തിന് തുടക്കമിടാതിരിക്കാൻ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ജോ ബൈഡൻ ആവശ്യപ്പെട്ടതായി US ഉദ്യോഗസ്ഥർ പറയുന്നു. ഒക്ടോബർ 1 ഇറാന്റെ വൻ മിസൈൽ ആക്രമണത്തിന് ഇസ്രായേൽ തിരിച്ചടി നൽകിയപ്പോൾ ഇറാന്റെ ആണവായുധ ഗവേഷണ സംവിധാനമായ ടാലേഗാൻ 2 ആണ് അവർ തിരഞ്ഞെടുത്തത്. എന്നാൽ ടാലേഗാൻ 2 ഇറാന്റെ പ്രഖ്യാപിത ആണവ പദ്ധതിയുടെ ഭാഗമായിരുന്നില്ല. അതിനാൽ തന്നെ ആണവ നിർവ്യാപന കരാർ ലംഘിച്ചുവെന്ന് സമ്മതിക്കാതെ ഇറാന് ആക്രമണത്തിന്റെ പ്രാധാന്യം അംഗീകരിക്കാൻ കഴിയില്ല. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി അഥവാ IAEA-യുടെ ഗവർണർമാരുടെ ബോർഡ് അടുത്തയാഴ്ച യോഗം ചേരാനിരിക്കുകയാണ്. UN ആണവ നിരീക്ഷണ സമിതിയുമായുള്ള സഹകരണമില്ലായ്മയുടെ പേരിൽ ഇറാനെതിരായ ഒരു സെൻസർ പ്രമേയം വോട്ട് ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ IAEA-യുമായുള്ള സഹകരണം പരിമിതിപ്പെടുത്തിക്കൊണ്ട് പ്രതികരണം നടത്താമെന്നാണ് ഇറാൻ പറയുന്നത്. ഈ ബോർഡ് യോഗത്തിന് മുന്നോടിയായി IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി ഇറാൻ സന്ദർശിക്കുകയുണ്ടായി. സമാധാനപരമായ ആണവ പരിപാടിയിൽ ഫ്രാൻസ്, ജർമ്മനി, UK എന്നീ രാജ്യങ്ങളുമായി ചർച്ച നടത്താൻ ഇറാൻ തയ്യാറാണെന്നാണ് വിദേശകാര്യമന്ത്രി അരാഗ്ചി IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയോട് അറിയിച്ചത്. അതേസമയം സമ്മർദ്ദത്തിനും ഭീഷണിക്കും അടങ്ങിയുള്ള ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു. അമേരിക്കയിൽ വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടം ഇറാനെതിരായ വിദേശ നയങ്ങൾ കൂടുതൽ കടുപ്പിക്കാനാണ് സാധ്യത. ഇതിനായി ഇറാനിയൻ വിദ്വേഷമുള്ള നിരവധി പ്രധാന ദേശീയ സുരക്ഷാ വിദേശനയ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചേക്കാം. ഇത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനുമേൽ US സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കും. അതേസമയം ഒക്ടോബർ 26 ഇസ്രായേൽ ആക്രമണത്തിൽ
ആക്രമണത്തെ രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരായ ആക്രമണമെന്നാണ് ഇറാൻ മുദ്ര കുത്തിയിരിക്കുന്നത്. ഇത് ഇറാൻ വീണ്ടും പ്രത്യാക്രമണങ്ങൾക്ക് ഒരുങ്ങുകയാണെന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. അതിനിടെ തങ്ങളെ തിരിച്ചടിച്ചാൽ മുൻ ആക്രമണത്തെക്കാൾ കനത്ത രീതിയിൽ ഇറാന്റെ കൂടുതൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും നിർണായക സ്ഥലങ്ങളും ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടത്തുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വിധത്തിൽ പിരിമുറുക്കം തീവ്രമായ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളിലെയും സ്ഥിതിഗതികൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കാണ് നീങ്ങുന്നതെന്ന ആശങ്കകളും വർദ്ധിക്കുകയാണ്. വാർത്തയുടെ നിറം തേടി തനി നിറം.